ലൈവ് റിലേക്ക് എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഏറെ സ്നേഹം, സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തനിച്ചാന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ പലരെയും നമ്മൾ കാണുമ്പോൾ ഈ അവർ തനിച്ചാണല്ലോ എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും അവരുടെ ഒരു തനിച്ചുള്ള ജീവിതത്തിന് നമ്മളൊരു തണലായിട്ടൊക്കെ നിൽക്കാറുണ്ടോ? അല്ലെങ്കിൽ നമുക്കാരെങ്കിലും അങ്ങനെ വരാറുണ്ടോ? അങ്ങനെയൊക്കെ കിട്ടിയാൽ അല്ല അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നിയാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് പുറപ്പെട്ട് എൻ്റെ വൈഫിന് അന്ന് എന്തോ കുറച്ച് ഡിലേ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ല, ഞാൻ വന്ന് പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾക്ക് എന്തോ മീറ്റിംഗ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് തീരുന്നില്ല, ഓഫീസ് സമയം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊരു ഓഫീസിൻ്റെ മുറ്റത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്ത് ഒരു 8 10 ഫ്ലാറ്റ്സ് ഒരു വീടുകളുള്ള ഒരു ഫ്ലാറ്റ്സ് ഉണ്ട്. ഒരു 8 10 ഫ്ലാറ്റ്സാണ് അവിടെ ഒരു ബിൽഡിങ്ങിൽ. അങ്ങനെയാണ് എപ്പോഴും മാസം കാണാറുള്ളത്. ഇവരുടെ ഓഫീസ് അതിൻ്റെ അടുത്ത് മുറ്റം പോലെ ഒരു പ്ലേ ഗ്രൗണ്ട്, അതിൻ്റെ ആ ഭാഗത്ത് ഫ്ലാറ്റ്സ്. ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് വൈഫിനെ പിക്കപ്പ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അവിടെ കളിക്കുന്ന കുട്ടികളൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഹലോ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കും. അപ്പോൾ അന്ന് നോക്കിയപ്പോൾ കുറേ താമസമാകുന്നു. പുള്ളിക്കാരി മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഈ കുട്ടികളുടെ കൂടെ കളിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഷട്ടിൽ ഞാനും കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിനി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് വന്നു. അവനെനിക്കൊരു 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലമായിട്ട് അറിയുള്ളൂ. അതിന് മുമ്പ് എനിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ പുള്ളിക്കാരിയെ പിക്കപ്പ് ചെയ്യാൻ വരുമ്പോഴാണ് ഇവനെങ്ങനെ മലയാളിയാന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ വന്നത്. അപ്പോൾ അവൻ പറഞ്ഞത് ആ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം കാണുമ്പോൾ ഞാൻ അവിടേക്ക് പോയിട്ടില്ല. അവനെയും എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടില്ല. സാധാരണ അങ്ങനെയല്ല പതിവ്. ഞങ്ങളെപ്പോഴെങ്കിലൊക്കെ എന്നോട് പരിചയപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരു കാപ്പിയെങ്കിലും ആൾക്കാർ പറയും സുരേഷിനോട് പരിചയപ്പെട്ട ആൾക്കാർ സുരേഷിനോട് ഒരു കാഫിയെങ്കിലും കഴിക്കാതിരിക്കില്ല എന്നൊക്കെ അങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്. ഞാനിപ്പോഴത് ഫോളോ ചെയ്യാറുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ വിനീതിനോട് അങ്ങനൊരു സമയം കിട്ടിയില്ല. അതിനുള്ള പ്ലാനും നടന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാനും പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു റാക്കറ്റോട് നിങ്ങൾ കളിച്ചോളൂ, ഞാൻ ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ കളിക്കുന്നതിനെ ആസ്വദിച്ചുകൊണ്ട് ഒരു അങ്കിളും ആൻറ്റിയും കാണുന്നുണ്ട്. അവർക്ക് ഏകദേശം അങ്കിളിന് ഒരു 70 വയസ്സും ഈ ആൻറ്റിക്ക് ഒരു 65 വയസ്സോ 68 വയസ്സോ കാണും. അപ്പോൾ അവർ ഈ അങ്കിൾ വരുന്ന ഉടനെ ഇവനോട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമായിരുന്നു. ഈ അങ്കിൾ വന്ന ഉടനെ ആ ആൻറ്റി എണീച്ച് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ 2 പേരും അവിടെ കുട്ടികളുടെ കളി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാ നീ ആ ഫ്ലാറ്റിലുള്ളത് അവരുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആൾക്കാരാണോ അവർ? അതേ സുരേഷ്, അയാളൊരു ദേഷ്യക്കാരനാണ്. കണ്ടോ ഇപ്പോഴും അയാൾ എക്സസൈസ് ഒക്കെ ചെയ്യും, വെയിറ്റ് ലിഫ്റ്റൊക്കെ എടുക്കും, കണ്ടാലേ പേടിയാണ്. ആ ആൻറ്റി എൻ്റെ വൈഫിനോട് സംസാരിക്കും. ഈ പുള്ളിക്കാരനെ എപ്പോഴും പേടിയാണ്, എത്ര വയസ്സായിട്ടും പുള്ളിക്കാരനെ കണ്ടാൽ തന്നെ ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അവർ കാണുമ്പോൾ അവർ ദിസ് റേ ഓഫ് ഡിസ്പെയർ ആൻഡ് വറി ഇൻ ദർ ഫേസ്, ഒരു ദുഃഖത്തിൻ്റെ രേഖ അവരിലിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ മനസ്സിലെന്തോ എനിക്കങ്ങനെ തോന്നി. പക്ഷെ ഞാൻ ഇവനോട് ചോദിച്ചു എന്താ നീ ഇവിടെ വന്നിട്ട് 3 കൊല്ലം കണ്ടായില്ലേ, എന്താ അവരെ പറ്റി എന്താ? ഇവിടെ ഇപ്പോൾ അവരോടൊക്കെ സംസാരിക്കാൻ എന്താ എവിടെ സമയം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു കുറച്ച് ഇൻഫർമേഷൻ അറിയാം. അവർക്ക് ഒരു മോനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മോൻ ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് അവനൊരു പെൺകുട്ടിയെ, ഒരു മുസ്ലിം പെൺകുട്ടിയെ, ഇവർ ക്രിസ്ത്യാനികളാണ്, ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അവൻ വന്ന് പറഞ്ഞു. ഇവർ സമ്മതിച്ചില്ല. പ്രത്യേകിച്ച് ആ അമ്മ സമ്മതിച്ചു, ഈ അങ്കിൾ സമ്മതിച്ചില്ല. വീട് വിട്ട് പോകുന്നൊക്കെ പറഞ്ഞു. അത് അവന് വളരെ വിഷമമായി. അവന് അമ്മയോട് മാത്രം പറഞ്ഞിട്ട് ഒരു രാത്രി അവൻ പോയി. 20 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അവൻ എവിടെയുള്ളതെന്ന് യാതൊരു പിടിയുമില്ല. അതുകൊണ്ട് ആ തർക്കത്തിൽ ഇവർ 2 പേർക്കും ഭയങ്കര വഴക്കായി, ഈ അങ്കിളിനും ആൻറ്റിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം, നീയല്ല അവരോട് സംസാരിക്കില്ല? അല്ല, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ട്, ആ ഈ ആൻറ്റിയോട് സംസാരിക്കും, വാക്കിങ്ങിനൊക്കെ ചിലപ്പോൾ ഈ മുറ്റത്തുള്ള ഗ്രൗണ്ടിൽ നടക്കാനൊക്കെ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് എൻ്റെ വൈഫിനെ അറിയുക, എൻ്റെ വൈഫാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ക്ലാരിറ്റി ശരി നീ പറയുന്നതാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അന്ന് തൊട്ട് ഈ 2 പേരും ഭാര്യയും ഭർത്താവും അതായത് ഈ അങ്കിളും ആൻറ്റിയും സംസാരിക്കാറില്ല. 20 കൊല്ലങ്ങളായി. വളരെ അത്യാവശ്യങ്ങൾ വന്നാൽ ഒരു വാക്ക് സംസാരിച്ചു, അല്ലെങ്കിൽ വാട്സപ്പ്, SMS, ഇങ്ങനെയാണ് ഇവരെ കമ്മ്യൂണിക്കേഷൻ. അത്
എനിക്കത് കേട്ടപ്പോൾ 20 കൊല്ലമൊക്കെ എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും ആ, അങ്ങനെ സംസാരിക്കാതൊക്കെ ഇരിക്കാൻ പറ്റുക എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സുരേഷ്, ഡൈവോഴ്സൊക്കെ ചെയ്യാൻ പോലും കുറച്ച് ധൈര്യമൊക്കെ വേണം, ഒരു തൻ്റെ ഇടം വേണം, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. പിന്നെ അകന്നിരിക്കുമ്പോഴുള്ള ആ വിരഹവേദനയെ സഹിക്കാനുള്ള ദുഃഖം, ഒരു ധൈര്യം വേണം. എല്ലാവർക്കും ഒന്നും അങ്ങനെയൊന്നും ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ലോകത്തുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും വളരെ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്. ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ മക്കൾക്കായിട്ട് സമൂഹത്തിനായിട്ട് വ്യത്യസ്ത ബ്രെയിനാണ്. അപ്പോൾ എപ്പോഴും ഒരു ഒന്നിച്ച് പോകണമെന്നില്ല എന്നൊക്കെ കുറച്ച് നേരം എന്നോട് സംസാരിച്ചു. പക്ഷെ ഞാൻ അവിടെ തന്നെ ആ അങ്കിളിനെയും ആൻറ്റി തന്നെ കണ്ടിരിക്കുന്നത്. അവരെ രൂപം പറയുകയാണെങ്കിൽ ആ അങ്കിൾ നല്ലൊരു ജിമ്മിന് പോകുന്ന ഒരാളായിട്ട് കാണുന്നൊക്കെ മസിലൊക്കെ ആയിട്ട് 17 വയസ്സെന്ന് പറയില്ല, കണ്ട പക്ഷെ നല്ല ആരോഗ്യമുണ്ട്. ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ഒരു ലുങ്കി എന്ന് പറയില്ലേ കൈലി, അത് മാത്രമാണ് അദ്ദേഹം കെട്ടിയിട്ടുള്ളൂ. പിന്നെ ആ ആൻറ്റി ഒരു മാക്സി ഇട്ടിട്ടുണ്ട്, പാവമായിട്ടുണ്ട് അവർ കണ്ടാൽ. പക്ഷെ ഇങ്ങനെ കണ്ട കുറേ പേടിയായിട്ടുണ്ട് ഒരു ഇങ്ങനെ കണ്ട വല തല്ലു എന്നുള്ള പേടിയുണ്ട്, അങ്ങനത്തെ ഒരു ലുക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് നീ ഒന്ന് പോയി സംസാരിച്ചൂടെ. അയ്യോ ഞാൻ സംസാരിക്കില്ല. ആ ആൻറ്റി ഒരിക്കൽ ചിരിച്ചു. ഒരിക്കൽ എൻ്റെ മക്കളുടെ പിറന്നാളിൽ ഞാൻ പോയി സ്വീറ്റ്സൊക്കെ കൊടുത്തപ്പോൾ എന്നെ ഉള്ളിലെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ അങ്കിൾ ഹലോ സുഖം തന്നെയല്ല കൊണ്ട് അയാൾ ഉള്ളിൽ പോയി. അത് പിന്നെ ഞാൻ അവിടെ സംസാരിക്കാറില്ല. അപ്പോൾ ഞാൻ തിരിച്ചും ചോദിച്ചു എന്നോട് 20 കൊല്ലമൊക്കെ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിച്ച ആൾക്കാർ, വയസ്സായി കാണും എങ്കിലും അവർക്ക് എങ്ങനെയാണ് അത്, അവർ സംസാരിക്കുന്നില്ല എന്നാണ് അറിവ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ കൂടെ ഒരു SMS ചെയ്യുക. ചിലപ്പോൾ ഒന്നിച്ചൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോകേണ്ട നിർബന്ധം ഉണ്ടെങ്കിൽ ഒന്നിച്ച് പോകും, അല്ലെങ്കിലൊന്നും അവർ ഒന്നിച്ചൊന്നും സംസാരിക്കുക പോവുകയില്ല. എന്നെ അത് ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഡിസ്റ്റർബ്. കാരണം ഞാൻ കണ്ട എൻ്റെ കുടുംബത്തിലുള്ള പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും സ്നേഹിച്ച് വളരെ ബഹുമാനിച്ച് ഒക്കെ ഉള്ളൊരു ജീവിതം ഞാൻ കണ്ടതിനാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പോയി ഒരു ഹലോ പറയാമോ എന്ന്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ആൻറ്റി ഹലോ, സുരേഷാണ്, ഇത് എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ വൈഫ് ഇവിടെ ആ ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വന്നിട്ടാണ് പുള്ളിക്കാരോട് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും മലയാളി എന്ന് പറഞ്ഞ് സംസാരിച്ച് അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഇവിടുന്ന് കളിക്കുമ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കുകയൊക്കെയായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഹലോ പറഞ്ഞു. അതിനെന്താ മോനെ, സന്തോഷം മോനെ കണ്ടതിലും, എന്താണ് മോനെ ഇവിടെ ജോലി ചെയ്യുന്നത്, അങ്ങനെ സാധാരണ ഒരു അമ്മമാർ ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം അവർ ചോദിച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ അങ്കിള് പെട്ടെന്ന് 2 ഗ്ലാസ്സും കൊണ്ട് വരുന്നു. ആ 2 ഗ്ലാസ്സിലും ഹോർലിക്സ്. അവനോട് വിനീത, നീയും നിൻ്റെ ഫ്രണ്ടും അത് കഴിക്കുന്നു. ആദ്യമായിട്ടാണ് ഇയാൾ വിനീത എന്ന് വിളിക്കുന്നത്. പക്ഷേ ആ അയാളുടെ രൂപത്തിൽ നമ്മളെ പേടിപ്പിക്കുന്ന പോലെ ഉണ്ടെങ്കിലും ആ സ്വരത്തിലൊരു സ്നേഹവും കരുണയും ഒരു 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 പിതാവിൻ്റെ സ്നേഹവും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുറ്റത്ത് ചേരട്ടാവിൽ ഇരുന്നിരുന്നു, അവിടെ ഞങ്ങളിരുന്നു. അപ്പോൾ അദ്ദേഹം കാപ്പി ഞാനിങ്ങനെ ഹോർലിക്സ് തന്നപ്പോൾ അവിടെ വച്ചു. ഞാൻ കുറച്ച് നേരം കഴിച്ചില്ല. മോൻ കഴിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടും പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ കുറച്ച് നേരം അവരെ കാണുമ്പോൾ എന്തൊക്കെയോ ചോദ്യങ്ങൾ. പക്ഷേ ഇവരെന്തെങ്കിലും സംസാരിക്കാതിരിക്കുന്നത്, നമ്മളിത് സംസാരിക്കാമോ, ഇവരോട് ഉപദേശിക്കാൻ നമുക്ക് വയസ്സുണ്ടോ, നമ്മൾ ഉപദേശിച്ചവർ തെറ്റിദ്ധരിക്കില്ലേ, അങ്ങനെ പല ചോദ്യങ്ങളും മനസ്സിലിങ്ങനെ വന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവനോട് പറഞ്ഞു നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും എൻ്റെ വൈഫും വന്നു. ഞാൻ ഇവനോട് തോളിൽ കേട്ട് പറഞ്ഞു, എടോ എന്തെങ്കിലുമൊക്കെ ചെയ്യേ, അവർ സംസാരിക്കട്ടെ, നിന്നോടിപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലോ, ഇടയ്ക്കൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് ഞാനത് മറന്നു. അവിടുന്ന് ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിനീത് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, സുരേഷിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഒന്ന് അയക്കും, ലൊക്കേഷൻ അയക്കും. ഞാൻ പറഞ്ഞു എന്താ വിശേഷം, ഞങ്ങൾ പുറപ്പെട്ടു നിന്നെ കാണാൻ വരികയാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി, എന്തെങ്കിലും വിശേഷമാണോ, വിശേഷമൊക്കെ ഉണ്ട്, സർപ്രൈസൊക്കെ ഉണ്ട്, വാ എന്ന് പറയും. എന്താ നീ അഡ്രസ്സ് അയക്കുക. അങ്ങനെ ഞങ്ങളിപ്പം വരുന്നതുകൊണ്ട് ആരൊക്കെയാണ് ഞാനും എൻ്റെ മക്കളെ വരുന്നത്, എന്നെ കാണാനായിട്ടാണ് വരുന്നത്, ഒരു കാര്യം പറയാനൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്ന ആൾക്കാരല്ല, വീടൊക്കെ പിടപെടാന്നെല്ലാം റെഡി ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ റെഡി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവനും എൻ്റെ ഭാര്യയും 2 മക്കളും കൂടെ ഈ അങ്കിളും ആൻറ്റിയും വരുന്നു. അപ്പോൾ എനിക്കൊരു വളരെ സന്തോഷമായി. ഞാൻ ടെറസിന് 3rd ഫ്ലോറിൽ ഞാൻ അങ്ങനെ കാണുമ്പോൾ അവരാണ് കയറി വരുന്നത്. അപ്പോൾ ഞാൻ താഴെ പോയി അവരെ കൂട്ടിക്കൊണ്ട് ഞാൻ മേലെ വരികയൊക്കെ ചെയ്തു. അങ്ങനെ സംസാരിച്ചു. അവരുടെ മുഖത്ത് ഈ അങ്കിളും ആൻറ്റിയും നല്ല ഫാഷൻ ഡ്രസ് ഇട്ടിരിക്കുന്നു, സ്റ്റൈലായിട്ടിരിക്കുന്നു, നല്ല പെർഫ്യൂം. അവർ ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഈ അങ്കിളും ആൻറ്റിയും കൊണ്ടുവന്നിരിക്കുന്നു.
അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഒന്നും അവർ മുമ്പിൽ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് അങ്കിളും ആൻറ്റി വളരെ സന്തോഷം ഇവിടെ വന്നതിന്. ആം, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കെന്താ മോനെ ഇപ്പോൾ ഒരു വിഷമമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ അങ്കിളിന് ദേഷ്യം വന്നില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഇപ്പോൾ ആൻറ്റിയോട് അതിനെന്താ, അതൊക്കെ സംസാരിക്കും, ഇപ്പോൾ അതൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവരെ വേഗം പറഞ്ഞയച്ചിട്ട് എനിക്കിപ്പോൾ വിനീതിനോട് ഉടനെ സംസാരിക്കണം എന്നുള്ളൊരു തിടുക്കം വന്നു. അപ്പോൾ എൻ്റെ വൈഫ് ആഹാരം ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മോള് വെജിറ്റേറിയൻ ഫുഡല്ലേ, ഞങ്ങൾ കഴിക്കാമെന്ന് അവർ പറഞ്ഞു പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് വിനീതിൻ്റെ ഭാര്യ, എൻ്റെ വൈഫ്, വിനീത്, അവർ ഈ 3 പേരും കൂടി ഞാൻ ഈ കുട്ടികളുടെ കൂടെ സംസാരിച്ചിട്ട് ഈ അങ്കിളുടെ ആൻറ്റിയോട് സംസാരിച്ച് അങ്ങനെ ആയിരിക്കായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ആരുടെയും കാര്യങ്ങളെ അന്വേഷിക്കുന്നതിന് എനിക്കിഷ്ടമല്ല. അപ്പോൾ പുള്ളിക്കാരൻ കുറേ അദ്ദേഹം ജോലി ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഷിപ്പിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്, കുറേ പണമുണ്ട്, സേവിങ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ പറ്റിയുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നു. ആൻറ്റിയും അതുപോലെ തന്നെ. ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്താ മക്കളെ ചെയ്യുന്നത്, ഞാൻ പോലത്തെ സഹായം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ പോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫുഡൊക്കെ പുള്ളിക്കാരി ഉണ്ടാക്കി, ഞങ്ങളെല്ലാം ഒന്നിച്ച് ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ച് പുറപ്പെടുമ്പോൾ അങ്കിൾ പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു വീട്ടിൽ വന്നാൽ അത് എൻ്റെ മക്കളുടെ പ്രായമുള്ള ഒരു വീട്ടിലേക്ക് വന്നാൽ ഒരു മൂത്ത കാർന്നവരായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹം തരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ വളരെ സന്തോഷം, പ്രാർത്ഥിക്കും അങ്കിൾ. ഈ അങ്കിളും ആൻറ്റിയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അത് നല്ലൊരു പ്രാർത്ഥന. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം, നല്ല മോനാണ്, നല്ല മോളാണ് ഈ കുടുംബം, അങ്ങനെയൊക്കെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് ബൈബിളിലെ കുറേ വചനങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അത് വളരെ എനിക്ക് സന്തോഷമായി. ഇങ്ങനെ എത്ര ഒരു സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ താഴെ വരെ പോയി അവരെ വണ്ടി കയറ്റി വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു വിനീതിനോട് സംസാരിക്കാൻ. അത് എന്ത് പറ്റി, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അപ്പോൾ തിരിച്ചും എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ മുഴുവനും കേൾക്ക്, അതായത് ഒരു മോനാണല്ലോ, ആ മോൻ എങ്ങനെ പ്രേമിച്ചൊരു മുസ്ലിമും കഴിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അവൻ പോയി, അതിൽ തുടങ്ങിയ വഴക്കാണ്, നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ എൻ്റെ മോനൊന്ന് കാണാതാവുമോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതാണ് കാര്യം നടന്നിട്ട് ഞാൻ ഉള്ളിൽ പോയി സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യമൊന്നും അവരൊന്നും അതിനെപ്പറ്റി സംസാരിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിച്ചു. മോൻ എവിടെയാണെന്ന് അറിയില്ല, അവൻ മരിച്ചു പോയി എന്നൊരു മെസ്സേജുകൾ കിട്ടിയാൽ ഞാൻ കുറച്ച് സന്തോഷമായിട്ട് മരിക്കും മോനെ എന്ന് പറഞ്ഞു. ഇത് ഇവനെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു, അവനെ ദുഃഖിപ്പിച്ചു. ഒരു മകനെ കാണാനില്ല, 20 കൊല്ലമായിട്ട് കാണാനില്ല, അവൻ മരിച്ചു എന്ന് അങ്ങോട്ട് ഊഹിക്കാനും വയ്യ. അല്ല, അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട്, അവൻ്റെ ഒന്നും 10 പൈസ വേണ്ട, അവൻ നന്നായിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂസും ഇല്ല. ഫ്രസ്ട്രേഷനായിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞത്, അവൻ മരിച്ചു എന്നുള്ള ഒരു വാർത്ത കിട്ടിയാലെങ്കിൽ ഞാൻ ഒരു സൗകര്യം പോലെ ഞാൻ മരിച്ചു പോയേനെ മോനെ. ഇനി അവൻ പെട്ടെന്നെങ്ങാനും വരുന്ന സമയത്ത് അച്ഛനില്ല എന്നുള്ള ദുഃഖം അവന് വേണ്ട, അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും വരുന്ന കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ആൻറ്റി പറഞ്ഞു, അവർ കരഞ്ഞിട്ട് പറഞ്ഞു, ഇനി ആ മോൻ വരണ മാതിരി എനിക്ക് തോന്നുന്നില്ല, അവൻ എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ, പക്ഷേ എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കാണാൻ വന്നിരുന്നേനെ. എൻ്റെ മോൻ എന്നെ കാണാതിരിക്കാൻ പറ്റില്ല, അവൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു റെക്കോർഡും ഇല്ല. എത്ര കംപ്ലൈൻറ്റ് കൊടുത്തു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അറിയിച്ചു, ഒരു അവസ്ഥ ഒരു രക്ഷയില്ല. അവൻ്റെ ആത്മാവ് ശാന്തമായിരിക്കട്ടെ, ഇനി അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അവൻ ഭൂമിയിലില്ലെങ്കിൽ, അല്ല ഭൂമിയിലുണ്ടെങ്കിലും അവൻ എവിടെയെങ്കിലും നന്നായിരിക്കട്ടെ, അത്രമാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. പക്ഷേ ഓരോ ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മോനെ, ഉള്ളതൊരു മോനല്ലേ, അവനെ ഓർത്ത് കണ്ണ് നനയാതെ ഞാൻ ഓർത്ത് ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ വിനീതിനോട് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ വിനീത് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മകൻ്റെ പേരും വിനീത് എന്നാണ്, ഇവൻ്റെ പേരും വിനീത് എന്നാണ്. അപ്പോൾ ഇവർക്ക് ഈ പേര് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വിനീതിനോട് ഇത്ര ഒരു അടുപ്പവും വിശ്വാസവും മനസ്സ് തുറന്നതും എല്ലാം എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കാം അന്ന് അവനത് അങ്ങോട്ട് പൂർണ്ണമായി അങ്ങോട്ട് സമ്മതിച്ചില്ല. പിന്നെ ഇവർ അതിനുശേഷം ഈ മക്കളുടെ വീട്ടിലേക്ക് വിളിച്ചു, ആഹാരം കൊടുത്തു, അവരിവിടേക്ക് വരും, കുട്ടികൾ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഈ കുട്ടികൾ, ഇവർ 2 കുട്ടികളും ഇവിടെ പോയി ഈ കുട്ടികളുടെ കൂടെ എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, കുട്ടികളുടെ കൂടെ കളിച്ച്, ഒരു കുടുംബത്തിൽ ഈ 2 കുട്ടികളെ അവർക്ക് വലിയൊരു വൈകുന്നേരം വരുമ്പോൾ കാത്തിരിക്കും. ഈ അങ്കിളും ആൻറ്റിയും കുട്ടികളെ ഇവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്നാക്സും ഒക്കെ കൊടുത്തിട്ട്, ചിലപ്പോൾ കുളിക്കാൻ പറഞ്ഞിട്ട് ടവൽ കൊടുത്തിട്ട്, കുട്ടികളെയൊക്കെ ഫ്രഷ് ആക്കി വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഈ അങ്കിളും ആൻറ്റിയുടെ ജീവിതം വളരെ സന്തോഷമായി. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഗോവ ട്രിപ്പിന് ഇവൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ അങ്കിളും ആൻറ്റിയും ഗോവയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അങ്കിൾ ഞാനിങ്ങനെ ഗോവയ്ക്ക് പോകുകയാണ്,
അങ്കിളും ആൻറ്റിയും വരണം, അടുത്ത ആഴ്ചയാണ് പറഞ്ഞിട്ട് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോയി, പുതിയ സൂട്ട് കേസൊക്കെ വാങ്ങിച്ചിട്ട് പോയി. ഇവരൊന്നും വാങ്ങിക്കുന്നില്ല, പഴയ ഡ്രസ്സ് ഇടുന്നത്. ഈ അവൻ ഇടയ്ക്ക് തമാശ പറയും, ആ ആൻറ്റിക്ക് അതേ ഡ്രസ്സ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അതേ അതേ മാക്സി ഇടുന്നത്, ഇയാളും അതേ മുണ്ട കൊടുക്കുന്നതെന്ന് തോന്നുന്നു എന്നൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്. ഇപ്പം നല്ല തമാശയ്ക്ക് പറഞ്ഞ ഒരു രസികനാണ്. പക്ഷേ ഇവൻ ഗോവയ്ക്ക് കൊണ്ടുപോയി. ഗോവയ്ക്ക് ഇവരെ കൊണ്ടുപോയിട്ട് ഇവൻ അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹണിമൂൺ സ്വീറ്റ് എടുത്തു. ഹണിമൂൺ കപ്പിളിനുള്ള സ്പെഷ്യൽ റൂംസ് എടുത്തിട്ട് ഇവർക്ക് ഇവൻ കൊടുത്തു. അതൊക്കെ പൂക്കളൊക്കെ അലങ്കാരം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ഇവന് ഉള്ളിനുള്ളിൽ പേടിയുണ്ട്, ഈ അങ്കിളെങ്ങാനും പെട്ടെന്ന് ചീത്ത പറയുകയോ വഴക്കൂടോ എന്നൊക്കെ പേടി. പക്ഷേ അദ്ദേഹം കണ്ട് പൊട്ടിച്ചിരിച്ചു. ആ ആൻറ്റി നാണിച്ചു. പക്ഷേ അവരവിടെയാണ് 4-5 ദിവസം അവിടെ താമസിച്ചത്. ഇവർ വേറെ റൂമിൽ താമസിച്ചു. കുട്ടികളിടയ്ക്ക് അവിടെ പോകും, ചിലപ്പോൾ അവർ കൂടെ താമസിക്കും, ചിലപ്പോൾ പകലവിടെ ഉറങ്ങും. ഈ കുട്ടികളുടെ കാര്യം അന്ന് തൊട്ട് ഇന്ന് വരെ ഇവരാണ് നോക്കുന്നത്. ഇവർ മറന്നുപോയി മക്കളുടെ കാര്യം അവരൊന്നും നോക്കണം. ചിലപ്പോൾ സ്കൂൾ ബസ് വന്നില്ലെങ്കിൽ അങ്കിൾ തന്നെ കാറെടുത്ത് പോയിട്ട് കുട്ടികളെ കൊണ്ടുവരും. അങ്ങനെ അവർക്ക് ഇതാണ്. ചോദിച്ചു, എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെ മനസ്സ് വന്നത്? ജപ്പാനിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വയസ്സായ ആൾക്കാരെ മക്കളില്ലാത്ത അച്ഛനമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ ജപ്പാനിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ ചെന്നൈയിലൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും 1-2 കാണും. ചില കഥകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരാളെ എങ്ങാണ്ട് ഞാൻ പാലക്കാടിൽ കണ്ടിട്ടുണ്ട്, അയാളിങ്ങനെ വയസ്സായ അച്ഛനമ്മയെ അഡോപ്റ്റ് ചെയ്തത്. അല്ലാണ്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? നിനക്ക് എങ്ങനെ ഈ മനസ്സ് വന്നത്? സുരേഷ്, നീ എന്നെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല, ഞാനും നിന്നെ പറ്റി നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയട്ടെ സുരേഷ്, ഞാൻ ബോംബെയിൽ ഒരു ഓർഫനേജിലാണ് വളർന്നത്. എൻ്റെ അച്ഛനമ്മ ഞാൻ ആരാന്ന് എനിക്കറിയില്ല. എൻ്റെ നീ മലയാളം സംസാരിക്കുന്നുണ്ട്, എൻ്റെ മാതൃഭാഷ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ നീ പറയുന്നത്? ജനിച്ച് എത്രയോ ദിവസങ്ങൾക്കകം ഒരു ഓർഫനേജിന് മുമ്പിൽ കൊണ്ടുപോയി എൻ്റെ അച്ഛനോ അമ്മയോ ആരോ അവിടെ ഇട്ടു. അവിടുത്തെ ആൾക്കാരാണ് അവിടെ വളർത്തിയത്. അവിടെ എന്നെ വളർത്തിയതെല്ലാം മലയാളികളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അത്ര അറിയില്ല. അവർ മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ വളർന്നത് അങ്ങനെ എവിടെയാണ് വളർന്നത്. അങ്ങനെ 7-8 വയസ്സായപ്പോൾ ആ മഠം ഇവിടേക്ക് എന്തോ ഷിഫ്റ്റായി, ആ ഒരു ഓർഫനേജ്. അപ്പോൾ ഞാനിവിടെ ചെന്നൈയിൽ വന്നു. അതിനുശേഷം തമിഴ് നന്നായിട്ട് പഠിച്ചു. പിന്നെ ഞാൻ നല്ലോണം ഇംഗ്ലീഷ് പഠിച്ചു. അങ്ങനെ 20-23 വയസ്സായ സമയത്ത് ഞങ്ങളുടെ ഓർഫനേജിൽ തന്നെയുള്ള ഗേൾസ് സെക്ഷനിൽ ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്കാരുമില്ല, അവൾക്കാരുമില്ല, അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹം അധികം കൊടുക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ജീവിതം നന്നായിരിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പോയി അച്ഛനോടും സിസ്റ്ററോടും പറഞ്ഞു. ഞങ്ങൾ മോം ഡാഡ് എന്നൊക്കെയാണ് വിളിക്കുക അവർ. അപ്പം ഞങ്ങളെ വളരെ കൊഞ്ചിച്ചാണ് അവർ വളർത്തിയത്. ചിലപ്പോൾ ഞാൻ ആലോചിക്കും, എൻ്റെ അച്ഛനമ്മയും അവളുടെ അച്ഛനമ്മയൊക്കെ അവൾക്ക് അതേപോലെ തന്നെ അവളെയൊക്കെ ഒരു ബറിയൽ ഗ്രൗണ്ടിൽ ഇട്ടിട്ട് പോയി അവളെ. അവൾക്കും എന്താ മതം എന്നോ അവളുടെ മാതൃഭാഷ എന്താണെന്നോ ഒന്നും അറിയില്ല. അവൾ മലയാളം സംസാരിക്കുന്നു, ഞാനും മലയാളം സംസാരിക്കും. ഞങ്ങൾ മലയാളികളായിട്ട് ഞങ്ങൾ തന്നെ മനസ്സിലാക്കി, ആരോടും ചോദിച്ചാൽ മലയാളികളാണെന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഓർഫനേജിനെ സംബന്ധിച്ച് അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്തീയ അന്തരീക്ഷത്തിലാണല്ലോ വളർന്നത്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനിറ്റി ഞങ്ങൾ തന്നെ ഒരു മതം കൊടുത്തു. ഞങ്ങൾക്ക് നല്ല പേരുകൾ അവരിട്ട് തന്നു. ജാതിയുടെ അർത്ഥമല്ല, അതുപോലെ വിനീത് എന്ന് എനിക്കും രാധ എന്ന് എൻ്റെ ഭാര്യയ്ക്കും ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ 2 മക്കളായി. പക്ഷേ സുരേഷ്, മക്കളായതിനു ശേഷമാണ് ഞങ്ങൾ 2 പേരും വലിയൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായത്. എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളെന്താ തെറ്റ് ചെയ്ത്? ഒരിക്കലും ഒരു അനാഥയായിട്ടുള്ള ഒരാൾ ഇന്നൊരു അനാഥയെ കല്യാണം കഴിക്കാൻ പാടില്ല. അവളെ കഴിച്ചിരിക്കരുത്, അവളെന്നെ കഴിച്ചിരിക്കരുത്. തെറ്റ് ചെയ്തു ഞങ്ങൾ. എന്ത് തെറ്റാണ് നീ ചെയ്തത്? ഇതിലെന്ത് നല്ലതല്ലേ? സുരേഷ്, മക്കളാകുന്നവരെ ഞങ്ങൾക്ക് അറിഞ്ഞില്ല. മക്കളായപ്പോൾ എല്ലാവരും സമ്മർ ഹോളിഡേയ്സിന് അമ്മമ്മയുടെ അച്ഛൻ വീട്ടിലേക്ക് പോകുന്നു, അമ്മ വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ കുട്ടികൾ എവിടേക്കാണ് പോവുക? ഞങ്ങളൊക്കെ വളർന്നു. ഞങ്ങളെ വളർത്തിയ ഫാദറും സിസ്റ്റേഴ്സൊക്കെ മാറി. ഇപ്പോൾ ആൾക്കാരൊക്കെ വേറെ കന്നഡ തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഞങ്ങൾ അവിടേക്ക് അയക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ച ആൾക്ക് ബോംബെയിലും അവിടെയൊക്കെ എല്ലാം അകന്നു പോയി. കുട്ടികളൊക്കെ വിശ്വസിച്ച ഒരു സ്ഥലത്ത് അയക്കാനും വയ്യ. എല്ലാവരും ഹോളിഡേയ്സിൽ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ചെറിയച്ഛനുണ്ട്, വലിയച്ഛനുണ്ട്, അമ്മാമ്മനുണ്ട്, അമ്മായിയുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അച്ഛമ്മ, അമ്മൂമ്മ, അങ്ങനെ എല്ലാ ബന്ധങ്ങളുള്ള കുട്ടികളുടെ നടുവിലാണ് എൻ്റെ കുട്ടികളും വളരുന്നത്. പക്ഷേ ഈ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ എത്ര സന്തോഷമായിരിക്കും. ഞാൻ ഒരു കരയാറുണ്ട്. അപ്പോൾ ഇത് സുരേഷ് എന്നൊരു വാക്ക് പറഞ്ഞു, നീ ഇതേ ഫ്ലാറ്റിലല്ലേ ഉള്ളത്, ഇവർക്ക് ആരും ഇല്ലല്ലോ, നീ ഇവർക്ക് എന്താടാ ചെയ്തതെന്ന് നീ ചോദിച്ചിട്ട് പോയി. അത് തമാശയ്ക്ക്, നീ എപ്പോഴും തമാശയിൽ സംസാരിക്കുന്ന പോലെ ഞാനത് എടുത്തില്ല അന്ന്. ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന എനിക്ക് അന്ന് രാത്രി വന്നു.
അന്ന് മുതലാണ് സുരേഷ് അടുത്ത ദിവസം തൊട്ട്. പക്ഷേ നിനക്ക് ഞാൻ സർപ്രൈസായിട്ട് വെച്ചു. ഇടയ്ക്ക് നീ വരും, വൈഫിനെ പിക്കപ്പ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഞാനൊന്നും ഡിസ്റ്റർബ് ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു നല്ലത് നടക്കട്ടെ, ഇത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തെങ്കിലും ഒന്നും നടക്കട്ടെ, ഇയാൾ മാറട്ടെ, ഇവരോടൊക്കെ നല്ലപോലെ പരിചയമായിട്ട് എൻ്റെ മക്കൾക്ക് ഒരു അമ്മൂമ്മയും അല്ല ഒരു മുത്തശ്ശനും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഞാനിവരെ ഗോവയ്ക്കൊക്കെ കൊണ്ടുപോയി മക്കളോട് ക്ലോസായി. ഇന്ന് അവരുടെ മോൻ വിനീതായിട്ട്, എന്നെയാണ് വിനീതായിട്ട് കാണുന്നത്. ആ വിനീതായിട്ട് എൻ്റെ വൈഫിനെ രാധയെ വളർത്തിടത്തോളം സന്തോഷമാണ്. മക്കൾ രണ്ടുപേരെയും അവർക്ക് വളരെ സന്തോഷമാണ്. ആ മക്കളാണ്, ഞങ്ങളെക്കാളൊക്കെ മക്കളോടാണ് അത്ര സ്നേഹം എന്നൊക്കെ അവൻ പറഞ്ഞു. അവനങ്ങനെ എന്നോട് പറഞ്ഞതിന് ശേഷം എനിക്ക് വളരെ സന്തോഷമായി. നമ്മളൊരു തമാശയ്ക്ക് പറയുന്ന ചില കമൻറ്റ് പോലും ആർക്കെങ്കിലൊക്കെ ഒരു ഇൻസ്പിറേഷനായിട്ട് അവനാ നല്ല കാര്യം ചെയ്തല്ലോ. പിന്നെ തിരിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു, എങ്ങനെയാണ് ഒരു അനാഥന്, ഇന്നൊരു അനാഥയെ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കൊക്കെ, ഇപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഫോൺ ചെയ്തിട്ടടാ നിന്നെയൊക്കെ 1 വയസ്സ് മൂപ്പാന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ നിൻ്റെ കുട്ടികളോട് എന്നെ വല്യച്ഛന്ന് വിളിക്കാൻ പറയടാ, എൻ്റെ ഭാര്യയെ വല്യമ്മയെന്ന് വിളിക്കാൻ പറയുന്നു. ഉടനെ ഫോൺ കൊടുത്തിട്ട് യു അഡ്രസ് ദിസ് അങ്കിൾ ആൻഡ് ആൻറ്റി, വല്യച്ഛൻ വല്യമ്മ, വല്യമ്മ എന്ന് അവർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം കുട്ടികളെ ഞങ്ങൾ ഇടയ്ക്ക് കൊണ്ടുവരും, കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങൾക്കും അങ്ങനെ വളരെ സന്തോഷമായി. അപ്പോൾ എവിടെയും ഞാൻ വായിച്ചതെന്ന് തോന്നുന്നു, ഇനിയൊരു മനുഷ്യൻ ജീവനോടുള്ളവർ ആരും അനാഥനല്ല. പിന്നെ ഇനിയൊരു കോട്ട്, നോ സ്പേസ് വുഡ് ബി ലെഫ്റ്റ് അൺഫിൽഡ് എന്ന്. ഒരു സ്പേസ് ഒരിക്കലും ശൂന്യമായി ഇത് അനുവദിക്കില്ല. ആ ശൂന്യതയിൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അവിടെ ഒരു നിറവുണ്ടാകും. അതാണ് അനുഗ്രഹം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ നോക്കൂ, അവർക്ക് മകനില്ല, അവിടെ അതേ പേരിലൊരു മകനെ ദൈവം അത് കൊടുക്കുന്നു. ഇവർക്ക് അച്ഛനില്ല, അമ്മയില്ല, ഈ കുട്ടികൾക്ക് മുത്തശ്ശനില്ല, അമ്മൂമ്മയില്ല, ദൈവം അത് കൊടുക്കുന്നു. പക്ഷെ അത് നമ്മൾ കണ്ടെത്തണം. കൺമുമ്പിൽ നമുക്ക് ചിലത് കാണും. അത് നമ്മുടെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി അനുഗ്രഹത്തെ സ്വീകരിക്കാനുമുള്ള ഒരു ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പല കാര്യങ്ങളൊക്കെ നമുക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാവും. അത് കണ്ടറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു അനുഭവം ഇത് എന്താ പറയുക, വളരെ ഇന്ന് 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സിനുള്ളിൽ, പ്രത്യേകിച്ചും 4 ദിവസം മുമ്പ് കണ്ടു എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാണ് അവൻ്റെ ബർത്ത്ഡേ വിനീതിൻ്റെ. അപ്പോൾ വിനീതിനോട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചത് നമ്മുടെ യൂട്യൂബിൽ ഇത് പറയണമെന്ന്. അങ്ങനെയാണെന്ന് പറഞ്ഞത്. നന്ദി, നമസ്കാരം.